വല്ലുഞ്ഞേ ഇങ്ങോട്ട് വരാൻ അവിടെ നിക്ക്. നിക്ക് നിക്കാം. ഇന്ന് ഞാൻ കല്യാണി അരവിന്ദ്, ഭാഗ്യം കാല് നിലത്തുറക്കുന്നുണ്ടല്ലോ. മദ്യപിച്ച് ബോധം പോയപ്പോ സങ്കടങ്ങളെല്ലാം മറന്ന് സുഖമായിട്ട് ഉറങ്ങി അല്ലേ? ഞാൻ നിന്റെ ഭാര്യയല്ല അരവിന്ദ്. ഇന്നലെ ഇറങ്ങിപ്പോയിട്ട് ഒരു കോളെങ്കിലും വിളിച്ചൂടായിരുന്നോ? ആരാ പറഞ്ഞ നീ എന്റെ ഭാര്യയാണെന്ന്? നീ അങ്ങോട്ട് നോക്ക്, അവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടോന്ന്. എന്താ ആന്റി ഇത്? എടി, ഇത് കരിന്തേള്. കരിന്തേളോ? അയ്യോ, ഇത് കുത്തില്ലേ? കൊത്താൻ തന്നെയാടി. എന്നെ നിന്നെയൊന്നും അല്ല. പിന്നെ നീ അകത്തേക്ക് നോക്ക്, ആരെങ്കിലും വരുന്നുണ്ടോന്ന്. ചെല്ലിപ്പോ. ശരി. സമ്മതിക്കണം ആന്റിയെ. എടി, ഞാൻ ടെറസിൽ നിന്ന് നോക്കിയപ്പോഴേ അവന്റെ ഷൂസ് വെളിയിൽ കിടക്കുന്നത് കണ്ടതാ. അപ്പോഴാ ഇങ്ങനെ ഒരു പദ്ധതി പ്ലാൻ ചെയ്ത്. നോക്ക് നോക്ക്. അയ്യോ, ആ വരുന്നുണ്ടോ? വരുന്നു. അയ്യോ, പോയിട്ട് പോവല്ലേ? ശരി, പോയിട്ട് വരാം. ഈ പ്രോജക്ട് സക്സസ് ആവുന്ന കാര്യം എന്റെ കെട്ടിയവളുടെ ഐശ്വര്യം പോലെ ഇരിക്കും. എല്ലാം നന്നായിട്ട് വരും. എന്റെ വലിയ പോയിട്ട് വാ. അയ്യോ, ഷൂ പോളിഷ് ചെയ്യാൻ മറന്നു. ഞാൻ പോയി തുണി എടുത്തിട്ട് വരാം. വന്നു കേറിയ കാലം മുതൽ അന്ന വസ്ത്രാദി മുട്ടാതെ കാത്തു സംരക്ഷിച്ച തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ പുറങ്കാലുകൊണ്ട് ചവിട്ടി എറിഞ്ഞിട്ട് തറവാട്ടമ്മയുടെ സൽപുത്രനെ
വളച്ച് വശീകരിച്ച് സ്വന്തമാക്കി തറവാട്ടിന്ന് തന്നെ പറിച്ചു നട്ടിട്ട് അവള് രാഗവിസ്താരം നടത്തി ആസ്വദിച്ച് രുചിക്കൂട്ട് തയ്യാറാക്കുന്നു. അവളുടെ ഒരു നളപാചകം. മേഡം വേണ്ട, ആഹാരം നശിപ്പിക്കരുത്. എന്നെ തടയാൻ നീ ആരാടി? മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് പുറമെ ചിരിച്ച് കുഴഞ്ഞഭിനയിക്കുന്ന നിന്റെ വേഷം കെട്ടൊന്നും ഈ വിലാസിനിയോട് വേണ്ട. നീ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത പല വേഷങ്ങളും കെട്ടി ഉറഞ്ഞാടിയിട്ടുള്ളവളാ ഞാൻ. അതിലൊരു വേഷ ഇപ്പൊ നീ കണ്ടു തുടങ്ങിയത്. നിന്റെ ചാന്തും കൂട്ടും അഴിച്ചു വെക്കേണ്ട സമയമായി അറിയിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്താടി നീ വിചാരിച്ചേ? ഞങ്ങളെയൊക്കെ വെല്ലുവിളിച്ച് ഇവിടെ ഇങ്ങനെ ആഘോഷിച്ചങ്ങ് കഴിയാന്നോ? ഇതേ നിന്റെ അച്ഛന് സ്ത്രീധനം കിട്ടിയതൊന്നും അല്ല, നിന്റെ തന്തയുടെ മികച്ച അഭിനയത്തിന് അഖില എഴുതി കൊടുത്ത ഔദാര്യോ. ഇവിടെയുള്ള നിന്റെ പൊറുതി ഇന്നത്തോടെ മതി. ഇറങ്ങടി, ഇറങ്ങടി, ഇറങ്ങാൻ. മേഡം ഇവിടെ എന്താ ഇതൊക്കെ? അയ്യോ പഞ്ചപാവം, അവൾക്കൊന്നും മനസ്സിലായിട്ടില്ല. എടി, പാല് തന്ന കൈക്ക് കൊത്തിയ നിന്നെ എന്ത് ചെയ്താലും അഖില ആന്റി വിലാസിനി ആന്റിയോട് ഒന്നും ചോദിക്കാൻ വരില്ല. അത്രയ്ക്ക് സ്നേഹവും വിശ്വാസവും ആ വിലാസിനി ആന്റിയോട് അഖില ആന്റിക്ക് ഇപ്പൊ. മനസ്സിലായല്ലോ? ഇറങ്ങടി, ഇറങ്ങാൻ. എടി ഇറങ്ങാൻ. മേഡം എന്താടി നിനക്ക് പറഞ്ഞാ മനസ്സിലാവാത്ത? മേഡം വീട്. ഇറങ്ങ. മേഡം ഞാൻ പറയുന്ന കേക്കോട്ട് പാടി. മേഡം വീട്. ഇറങ്ങ. ദേ നോക്ക്, എത്രയും വേഗം നിന്റെ തന്തയും ആ തടിയും ചെക്കനെയും വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങിക്കോണം. ഇല്ലെങ്കി ഈ ഔട്ട് ഹൗസിലിട്ട് നിന്നെ ഞാൻ കത്തിക്കും. എന്തടി നോക്കുന്നേ? സൂപ്പർ ആന്റി, കൊടുക്കാന്റി അവൾക്കിട്ട്. അങ്ങനെ തന്നെ പറഞ്ഞ മനസ്സിലാവില്ലല്ലേ? ഇത് ഞാൻ താലി കെട്ടിയ എന്റെ പെണ്ണ. എന്റെ താലി ഈ കഴുത്തിലുള്ളിടത്തോളം ഇവളെ സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. ഇതിന് മറുപടിയായി ഈ 3/4 ഇഞ്ച് കവിളത്ത് എന്റെ ഈ കൈ പതിഞ്ഞാലുണ്ടല്ലോ, 14 ലോകവും കാണും നിങ്ങള്. അത് ചെയ്യാത്തത് എന്റെ ഇളയച്ചൻ കെട്ടിയ താലി ഈ കഴുത്തിൽ കിടക്കുന്നത് കൊണ്ടാ. ഇനി ഇവിടെ വന്ന് ഇവളുടെ നേരെ കുതിര കയറാൻ വന്നാൽ ഓഹോ, ഇനി ആരെ സന്തോഷിപ്പിക്കാനാണെങ്കിലും ഇവൾക്ക് നേരെ ഇനി ഈ കൈ ഉയർന്നാൽ ഇളയമയാണോ ചിറ്റമ്മയാണോന്നൊന്നും നോക്കില്ല ഞാൻ. അടിച്ച് കാരണം പൊളിക്കും, വെട്ടി അരിഞ്ഞു കളയും ആ കൈ. വിളിച്ചോണ്ട് പൊടി എന്റെ കൺമുന്നിന്ന്. ഇല്ലെങ്കിൽ ഇതിനെല്ലാം കൂട്ടുനിന്ന് എരിവേറ്റി കൊടുക്കുന്ന നിന്റെ കവളത്തായിരിക്കും ആദ്യം എന്റെ കൈ വീഴുന്നത്. വിളിച്ചോണ്ട് പൊടി. വാണ്ടി നമുക്ക് പോവാം, വാ. മകലേണി, കല്യാണി. സുജാതേച്ചിയോ? ഞാൻ കണ്ടില്ല. അല്ല, കല്യാണി രാവിലെ ഇംഗ്ലീഷ് പത്രം വാങ്ങാൻ പോയതാണോ? ആനന്ദ് സാറിനായിരിക്കും അല്ലേ? അതെ, പത്രം വായിച്ച് ചായ കുടിക്കുന്ന ശീലാണല്ലോ, അത് മുടക്കണ്ടെന്ന് കരുതി. അല്ല,
ഇന്ന് വിളപ്പുറത്തമ്മയെ കാണാൻ പോകുന്നില്ലേ? ഇന്ന് 1-ാം തീയതിയാ. പോണം. എല്ലാവർക്കും ചായ കൊടുത്തിട്ട് വേണം പോവാൻ. ശരി കല്യാണി, വിശേഷങ്ങൾ പറയാനൊന്നും നേരമില്ല. ഫ്രീ ആവുമ്പോ ഞാൻ ഔട്ട് ഹൗസിലേക്ക് വരാം. ശരി ശരി പോട്ടെ. ആഹാ, എഴുന്നേറ്റ് ഇവിടെ വന്നിരിക്കായിരുന്നോ? ദാ ചായ. എന്താ എന്താ ഇങ്ങനെ നോക്കണേ? കല്യാണി, നീ ഇങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോ ഇത് കനവാണോ കാഴ്ചയാണോ എന്നൊരു സംശയം. അതെ, ഇന്നലെ എന്റെ വല്യ കുഞ്ഞ് കണ്ട കിനാവുകളൊക്കെ കൊതുകേടി കാരണം പകുതിക്ക് മുറിഞ്ഞു പോയതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നണേ. ദാ ചായ കുടിക്കും. ദാ ഇതെന്താ ഇംഗ്ലീഷ് പത്രം? നീ എന്താ ഇംഗ്ലീഷ് പത്രമാണോ വായിക്കുന്നത്? ഒന്ന് പോവല്ലോ കുഞ്ഞ്. കഴിഞ്ഞ ദിവസം ചായ കൊണ്ടുവന്നപ്പോ പത്രം എവിടെയാണെന്ന് ചോദിച്ചില്ലേ? ഇന്ന് ആ ചോദ്യം ഉണ്ടാവാതിരിക്കാനാ പത്രം വാങ്ങിയത്. ഇന്ന് മാത്രമല്ല, എല്ലാ ദിവസവും പത്രം വേണമെന്ന് ബാബുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. മാസാമാസം ഒരു തുക അതിന് കൊടുക്കണ്ടേ? എവിടുന്ന് കൊടുക്കും? പെണങ്ങല്ലേ കല്യാണി, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. നമ്മുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞു പോയതല്ലേ. വല്യുഞ്ഞ് പേപ്പർ വായിച്ചോണ്ടല്ലേ ചായ കുടിക്കണേ? വല്യുഞ്ഞിന്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞില്ലെങ്കി പിന്നെ എന്തിനാ ഞാൻ? വല്യുഞ്ഞെ, ഇന്ന് മലയാള മാസം 1-ാം തീയതിയാ. രാവിലെ ഇങ്ങനെ ഇരിക്കാതെ ഒന്ന് ഫ്രഷ് ആവ്. ഫ്രഷ് ആവുക മാത്രല്ല കല്യാണി, എനിക്ക് ചില പദ്ധതികളൊക്കെ ഉണ്ട്. ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ പേറ്റന്റ് കല്യാണിയുടെ പേരിലല്ലേ. അത് വെച്ച് നമുക്കൊരു ഇൻവെസ്റ്ററെ കണ്ടെത്തണം. വല്യുഞ്ഞ് ടെൻഷൻ അടിക്കണ്ട. നമ്മളെ ഒന്നാക്കിയ വിളപ്പുറത്തമ്മ അങ്ങനെങ്ങ് നമ്മളെ കൈവിടില്ല. എല്ലാത്തിനും ഒരു മാർഗം കാട്ടിത്തരും. മിനിറ്റുകൾക്ക് ലക്ഷങ്ങൾ വിലയുള്ള ആളിനെ ഞാനിപ്പോ ഒരു വിലയില്ലാത്ത ആളാക്കിയോ? എന്റെ ഈ നിമിഷങ്ങൾക്ക് ലക്ഷങ്ങളല്ല വില, കോടികളാ. വീട് അച്ഛന് ചായ കൊടുത്തിട്ടില്ല. എന്റെ ദേവി, എന്റെ വല്യുഞ്ഞിന് ഈ ജോലിയെങ്കിലും ശരിയാവണേ. എല്ലാം അറിയാലോ. എനിക്ക് വേണ്ടി എല്ലാ സുഖ സൗഭാഗ്യങ്ങളും ഇട്ടറിഞ്ഞു വന്നയാളാ എന്റെ വല്യുഞ്ഞ്. ജീവിക്കാനൊരു വഴി കാട്ടിത്തരണേ ദേവി. ആദ്യം നിന്നോടാ വിളിച്ച് പറയുന്നത് കേട്ടോ. ഞാൻ അരവിന്ദിനെ ഒന്ന് വിളിച്ച് പറയട്ടെ. നീ ഒന്ന് വെച്ചേ. ഏയ്, കട്ടിയണ്ട. അരവിന്ദ് എന്റെ അരികിലുണ്ട്, ഞാൻ കൊടുക്കാം. ആനന്ദിന്റെ പുതിയ പ്രോജക്റ്റിന് ഇൻവെസ്റ്റർ കിട്ടിയെന്ന്. ദേവി കാത്തു. ഹലോ ബ്രോ. നീ ഫോൺ സുബ്രുവിന്റെ കൊടുക്ക.
ആ ആനന്ദേ, ഇല്ലില്ല, ഞാൻ ഇറങ്ങി. ഓഫീസിൽ ഇരുന്നിട്ട് ഒരു സമാധാനം കിട്ടിയില്ല. കല്യാണിയെ കാണുന്നുണ്ട്, പക്ഷേ ദാസേട്ടനെ ഫേസ് ചെയ്യാൻ എനിക്ക് വയ്യ. ഞാൻ ഇറങ്ങുക. ആ ആ ശരി, അങ്ങനെ ആവട്ടെ. എന്തായാലും നിനക്കൊരു ഇൻവെസ്റ്റർ കിട്ടിയെന്ന് അറിഞ്ഞാൽ വലിയ സന്തോഷം, മനസ്സ് നിറഞ്ഞു. ശരി, ഓക്കെ. ആ ശരി, ഓക്കേടാ, ബൈ. അല്ലേലും കല്യാണിയുടെ പ്രാർത്ഥന പാഴാവില്ലെന്ന് എനിക്കറിയായിരുന്നു. അരവിന്ദ് കണ്ടില്ലേ, അപ്പോഴും നന്ദന സ്ത്രീപക്ഷത്താ. നിനക്ക് ഇത് തന്നെ വേണോടാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. സമാധാനായി. അധികം വാ. എന്താ വല്യുഞ്ഞി ഇത്? ആഹാ, അപ്പൊ ഞാനാണെന്ന് മനസ്സിലായില്ലേ? പിന്നെ മനസ്സിലാവാതെ? കാറ്റായും ഗന്ധമായും സ്പർശമായിട്ടും ഒക്കെ എനിക്ക് എന്റെ വല്യുഞ്ഞിനെ തിരിച്ചറിയാൻ പറ്റും. ഓ, ഇനി നീ എന്നെ ഗന്ധർവനെന്ന് വിളിക്കോ? എന്തു പറ്റി? ഇന്ന് എന്റെ ഗന്ധർവം ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അതെ, എന്റെ അപ്സരസിനോട് പറയാൻ ഒരു നല്ല വാർത്തയായിട്ടാ ഞാൻ വന്നത്. ഓ, അപ്സരസ്. ഈ വിലാസിനി മാഡം പറയുന്ന പോലെ എച്ചിൽ പാത്രം കഴിയുന്നവർക്കൊക്കെ അപ്സരസാവാൻ പറ്റൂ വല്യുഞ്ഞ്? അത് പോട്ടെ, എന്താ വല്യുഞ്ഞിന് എന്നോട് പറയാനുള്ള ആ സന്തോഷ വാർത്ത? അത് പറ. അത് പറയാം. ആദ്യം നീ ഒന്ന് തിരിഞ്ഞു നിക്ക. തിരിഞ്ഞു നിക്ക. മുല്ലപ്പൂവ്. അതെ, നമ്മുടെ പുതിയ പ്രോജക്റ്റിന് ഒരു ഇൻവെസ്റ്റർ കിട്ടി. സത്യം? പകൽ പോലെ സത്യം. ഈശ്വര, സന്തോഷായി വല്യുഞ്ഞെ. അപ്പോ ദേവി എന്റെ പ്രാർത്ഥന കേട്ടൂല്ലേ? ഈ പ്രോജക്റ്റ് നടന്ന വല്യുഞ്ഞിനെയും കൂട്ടി ദേവിയുടെ അടുത്തേക്ക് പോവാന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളതാ. വാ, നമുക്കൊന്ന് അവിടം വരെ പോയിട്ട് വരാം. ആയിക്കോട്ടെ. ശരി, ഞാനിപ്പോ റെഡി ആയിട്ട് വരാം. ശരി. അവളിപ്പോൾ നിന്നോട് കാണിക്കുന്ന വെറുപ്പും ദേഷ്യവും ഒക്കെ സ്നേഹത്തിന്റെ ആഴക്കൂടുതൽ കൊണ്ട് മാത്രമാണ്. അറിയാച്ച, എന്റെ കൈയൊന്ന് പൊള്ളിയപ്പോ അമ്മയുടെ കണ്ണിൽ നിന്ന് ഞാനത് കണ്ടതാ. പക്ഷെ ചെയ്ത ജോലിയുടെ കൂലി അമ്മ എന്റെ നേരെ നീട്ടിയപ്പോ ഞാൻ ആകെ തകർന്നുപോയി. പിന്നീട് ആലോചിച്ചപ്പോ അമ്മ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് തോന്നി. കാരണം ജോലി ചെയ്താൽ കൂലി കൊടുക്കണമെന്നും കൂലി വാങ്ങണമെന്നും പഠിപ്പിച്ചത് അമ്മയാണ്. അതുകൊണ്ടാണ് ഞാനത് വാങ്ങിയത്. പിന്നെ കുത്തിയുള്ള ഡയലോഗ് അത് പറഞ്ഞത് അമ്മയല്ല, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയാണെന്ന് എനിക്കറിയാം. ഇതൊന്ന് നേരിട്ട് പറയാൻ അച്ഛനെ കാണണമെന്ന് പറഞ്ഞത്.
പോട്ടേച്ചാ. എന്തായിരുന്നു അച്ഛനും മകനും കൂടി ഒരു കൂടിക്കാഴ്ച? അച്ഛനും മകനും തമ്മിലുള്ള കണ്ടുമുട്ടലിന് പ്രത്യേക അജണ്ടയെന്ന് എഴുതി വെക്കേണ്ട കാര്യമില്ലല്ലോ അഖില. അവന്റെ ഒരു പ്രോജക്റ്റിന് ഇൻവെസ്റ്റർ കാണാൻ പോയ കാര്യം പറയാൻ വേണ്ടി വന്നതായിരുന്നു. ഏതായാലും ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല. ഔട്ട് ഹൗസിൽ താമസിക്കുന്ന അവന്റെ നിലവാരത്തിനൊത്ത ഒരു ജോലി അവൻ കണ്ടെത്തി. അവന്റെ ഭാര്യ വീട്ടുകാരുടെ സമ്പത്തിനും കുലമഹിമയ്ക്കും ചേർന്ന ഒരു ജോലി, വർക്ക്ഷോപ്പ് മേസ്തിരി. പക്ഷെ കുറ്റം പറയരുതല്ലോ, അവന്റെ കൈ തൊട്ടപ്പോഴേ വണ്ടി സ്റ്റാർട്ടായി. വണ്ടി സ്റ്റാർട്ടാകുക മാത്രമല്ല, വർക്ക്ഷോപ്പ് മേസ്ത്രിയുടെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയായിരുന്നു. അഖില, എല്ലാ ജോലിക്കും അതിന്റേതായ മാന്യതയും അന്തസ്സും ഉണ്ട്. അതെ കൃഷ്ണേട്ടാ, സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച് MBA ഗോൾഡ് മെഡലിസ്റ്റായ കൃഷ്ണേട്ടന്റെ മകൻ മെക്കാനിക്കായത് അവന്റെ വിധി. അടുക്കളക്കാരിയെ കണ്ടപ്പോ അമ്മയും മറന്ന അവനിനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ചിലർക്ക് ചില പ്രായത്തിൽ രാജയോഗം ഉണ്ടാവും. കൃഷ്ണേട്ടന്റെ മകന് ദരിദ്രയോഗമായിരിക്കും ജാതകത്തിൽ വിധിച്ചിട്ടുള്ളത്. അതാണ് വിധിയെങ്കിൽ അതവൻ അനുഭവിച്ച് തീർക്കട്ടില്ല. ഏതായാലും നിന്റെ മനസ്സിൽ അവൻ മരിച്ചു കഴിഞ്ഞല്ലോ. ചത്ത കുഞ്ഞിന്റെ ജാതകം ആരും വായിക്കാറില്ല. അതങ്ങ് കത്തിച്ചളഞ്ഞേ. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ വർക്ക്ഷോപ്പ് മേസ്ത്രിയുടെ കൈ പൊള്ളിയപ്പോ എന്തിനാണ് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ ഉള്ളു പടഞ്ഞത്? ശരി. എന്താ പ്രിയങ്കി, ആളങ്ങ് സീരിയസ് ആയല്ലോ. ആരായിരുന്നു ഫോണില്? വിലാസിന ആന്റിയോ? വിലാസിനി ആന്റിയോ? അവരെന്തായി രാത്രിയില്? തൃച്ചംബരത്തിന്റെ കാറ്റിന്റെ ഗതി മാറുന്നുണ്ടോന്നൊരു സംശയം. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറ പ്രിയങ്കി. പറയാം. അതൊരിക്കലും സംഭവിക്കില്ല. നോ. അഖില, നിന്നോടൊരു കാര്യം പറയാൻ മറന്നുപോയി. നീ കുറച്ചു മുമ്പ് അവന്റെ ജോലി ആക്ഷേപിച്ച് പറഞ്ഞത് കേട്ടല്ലോ. എന്നാൽ അവന്റെ പുതിയ പ്രോജക്റ്റിന് ഒരു ഇൻവെസ്റ്റർ കിട്ടിയിരിക്കുന്നു. എത്ര വലിയ ഇൻവെസ്റ്ററെ കിട്ടിയാലും പെറ്റമ്മയുടെ കണ്ണീര് വീഴ്ത്തിയിട്ടുള്ള ഒരു മക്കളും ഒരു കാലത്തും രക്ഷപ്പെട്ടിട്ടില്ല.
അഖില കുറച്ചു നാളായി ഈ ഇരിപ്പാണല്ലോ. നിന്റെ മനം നീറി നീറിയുള്ള ഈ ഇരിപ്പുണ്ടല്ലോ, ഈ ഇരിപ്പ് കണി കാണുന്നതാ ഈ വിലാസിനിക്ക് എന്നും ഇഷ്ടം. പക്ഷെ ഇന്നത്തെ ഈ ഇരിപ്പുണ്ടല്ലോ, അതെന്റെ ഉള്ളിൽ ആകെ ഒരു അങ്കലാപ്പുണ്ടാക്കുന്നുണ്ട്. ചേച്ചി, ചേച്ചി, ആനന്ദിന്റെ കൈ ഉണങ്ങിക്കാണുമോ എന്തോ? കാറിന്റെ എഞ്ചിൻ ഇന്ന് പൊള്ളിയതല്ലേ, നല്ല ആഴത്തിലുള്ള പൊള്ളലായിരിക്കും. കരിയാൻ വലിയ പാടാ. ദേ നോക്കണ്ട, ഈ മനസ്സ് നിഴലിനെ പോലെ കൂടെ നടന്ന് മനസ്സിലാക്കിയവളാ ഞാൻ. അങ്ങനെ ആദ്യ ദിവസമില്ലല്ലോ. എന്നാ ഞങ്ങളും വിട്ട്. അല്ല, ആനന്ദ് സാറിനെ കണ്ടില്ലല്ലോ. ആനന്ദ് ഒരു ഓൺലൈൻ മീറ്റിംഗില. എന്തായാലും മികച്ച അമ്മയും മകനുമായി തെരഞ്ഞെടുക്കപ്പെട്ട അഖില മാഡത്തിനും ആനന്ദകൃഷ്ണ സാറിനും അഭിനന്ദനങ്ങൾ. ബെസ്റ്റ് മോം ആൻഡ് സൺ. മക്കളുടെ മുന്നിൽ സന്തോഷത്തോടെ തോറ്റു കൊടുക്കുന്നവരാണ് നല്ല അച്ഛനമ്മയെന്ന് കേട്ടിട്ടുണ്ടല്ലേ. അങ്ങനെയുള്ളവർക്ക് വേണം ബെസ്റ്റ് മോം ആൻഡ് സൺ അവാർഡ് കൊടുക്കാൻ. അല്ലാതെ മകന്റെ അന്നത്തിൽ മണ്ണ് വാരിടുന്ന അമ്മയല്ല ബെസ്റ്റ് അമ്മ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചു? നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? തലവും സാഹചര്യം നോക്കാതെ വായി വരുന്നതൊക്കെ വിളിച്ചു പറഞ്ഞോ അടിച്ച് കാരണം വിളിക്കും ഞാൻ. സോറി, നിങ്ങൾ വയ്ക്കോളൂ. ശരി സർ. ശരി സർ. ചെയർമാന്റെ വീട്ടിലൊന്ന് കയറി. അതെ അതെ, അത് ശരിയാ. ഞാൻ വായ തോന്നിയത് വിളിച്ചു പറഞ്ഞതല്ല, ഞാൻ വിളിച്ചു പറഞ്ഞത് പരമമായ സത്യം. എന്ത് സത്യം? ആയിരങ്ങൾക്ക് അന്നം കൊടുക്കുന്നവരാ തൃച്ചമ്പരത്തുകാര്, അല്ലാതെ മറ്റുള്ളവരുടെ അന്നത്തിൽ മണ്ണ് വാരിയിടുന്ന ശീലം നമുക്കില്ല. എന്നിട്ടാണോ ബ്രോ ബ്യൂട്ടി പ്രൊഡക്റ്റിന്റെ പാറ്റന്റ് വെച്ച് പുതിയൊരു കമ്പനി തുടങ്ങാൻ ഇൻവെസ്റ്ററിംഗ് കണ്ടെത്തി കഴിഞ്ഞപ്പോ അത് കോടതി വഴി സ്റ്റേ ചെയ്തത്? ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD-യുടെ പേരിലാണ് സ്റ്റേ. ഈ പ്രവൃത്തിക്ക് നാടൻ ഭാഷയിൽ പറയുന്നതാണ് അന്നത്തിലും മണ്ണ് വാരിയിടൽ.